ഈ സമയം ഇവിടുത്തെ യാരുമില്ല. ഞാൻ ഇപ്പൊ തന്നെ രഹസ്യമായി മാനിന്റെ വീട് അകത്തേറി മോട്ടിച്ചാലോ? ഇതാണ് ജുമ്രു എരുമ. ജുമ്രു എരുമ കാട്ടിലെ ഏറ്റവും വലിയ കള്ളനാണ്. ചുറ്റും ജീവികളൊന്നുമില്ലാത്തപ്പോൾ ജുമ്രു എരുമ മാനിന്റെ വീടിനുള്ളിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് ഭക്ഷണവും പണവുമെല്ലാം മോഷ്ടിക്കുന്നു. ജുമ്രു എരുമ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഹാ, കൊള്ളാം. ഇവിടെ ധാരാളം ദക്ഷണവും പണവും എല്ലാം ഉണ്ട്. കുറച്ചു കഴിഞ്ഞ് ജുമ്രു എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് മാൻ അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അയ്യോ, എന്റെ ഭക്ഷണം അല്ല ഇവിടെ പോയി. മാൻ പുറത്തേക്ക് പോയി വലിയ ശബ്ദത്തോടെ ഒച്ച വെച്ച് എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നു. എന്ത് പറ്റി ഹിരൺ? കരടിച്ചേട്ടാ, എന്റെ വീട്ടിൽ കള്ളൻ കയറിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണവും പണവും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. എന്ത്? ഇത് തീർച്ചയായും ആ എരുമയുടെ പണി തന്നെ ആയിരിക്കും. അതെ, അവൻ മോഷ്ടിച്ചതായിരിക്കണം. കാട്ടിൽ മോഷ്ടിക്കുന്ന ഒരേ ഒരു ജീവി അവൻ മാത്രമേ ഉള്ളൂ. ജുമ്രു എരുമ കള്ളൻ എന്ന നിലയിൽ കാട്ടിൽ പ്രശസ്തനായിരുന്നു. എന്നാൽ അവൻ മോഷ്ടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. എല്ലാ തവണയും പോലെ അവൻ ഇത്തവണയും കള്ളം പറഞ്ഞ് അത് ശരിയാണെന്ന് തെളിയിക്കും. അവൻ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് രാജാവിനെ അറിയിക്കണം. എല്ലാ മൃഗങ്ങളും കാട്ടിലെ രാജാവായ പുള്ളിപ്പുലിയുടെ അടുത്തേക്ക് പോയി പ്രശ്നങ്ങൾ തുറന്നു പറയുന്നു. ആ എരുമയെ കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് രാജാവേ. ഞാൻ പറയുന്നത് അവനെ ഈ കാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ്. ആ എരുമയെ എന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരും. അതിനുശേഷം ജുമ്രു എരുമ അവിടേക്ക് വരികയുണ്ടായി. ജുമ്രു, നീ ഹിരണിന്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയോ? അതെല്ലാം നീ ഹിരണിന് തിരികെ കൊടുക്കണം. എന്താ രാജാ പറയുന്നുണ്ട്? ഞാൻ മോട്ടിക്കുന്നത് இந்த കാട്ടിൽ കണ്ടിട്ടുണ്ട്. കാട്ടിൽ മോഷണം നടത്തുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്ത അവസ്ഥമുണ്ടോ? കാരണം എല്ലാവരും സംശയിക്കുന്നത് നിന്നെയാണ്. എങ്ക ശരി, നീങ്ക എല്ലാരും എങ്ക വീട്ടിൽ പോയി പരിശോധിക്ക. മോട്ടിച്ച ഒരു സാധനം വീട്ടിലുള്ള കണ്ടാൽ എല്ലാവരും കൂടി നിന്ന് തടവിലാക്കിൽ പൊട്ടിക്കൊള്ളും. ഇത് കേട്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. അല്ലയോ രാജാവേ, കാട്ടിൽ ജീവിക്കൽ എനക്കെതിരെ രാജാവിനെ പ്രചരിക്കാനാണ്. ഇത്ര ഇവിടെ മോട്ടിഷൻ നടത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ കണ്ടിടത്ത് പോകുമാനില്ലെങ്കിൽ. ജുമ്രു പറഞ്ഞത് കേട്ട് എല്ലാവരും ചിന്തിക്കുന്നു. ക്ഷമിക്കണം ജുമ്രു, നിന്നെ ഞങ്ങൾ സംശയിച്ചതിന് മാപ്പ്. നിനക്ക് പോകാവുന്നതാണ്. അങ്ങനെ ജുമ്രു എരുമ അവിടെ നിന്നും പോകുന്നു. അപ്പോ ജുമ്രു അല്ല മോഷ്ടിച്ചതെങ്കിൽ ഈ കാട്ടിൽ ആരാണ് ഇങ്ങനെ മോഷണം നടത്തുന്നത്? ജുമ്രു എരുമ വളരെ മിടുക്കനായ എരുമയായിരുന്നു. ഇന്ന് വരെ ആർക്കും തന്നെ പിടികൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ജുമ്രു എരുമ ദൂരെയുള്ള ഒരു ഗുഹയ്ക്കടുത്തേക്ക് എത്തി. അവിടെ ധാരാളം നിധികളും ഭക്ഷണങ്ങളും കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ആഹാ, വീട്ടിലെ കാട്ടുകളിൽ ജീവിക്കലേ, നിങ്ങൾ ഒരിക്കലും എന്നെ പിടിക്കൽ കളിയില്ല. നാളെ ഉറപ്പെട്ട വീട്ടിൽ ചേരിച്ച് അതും മോട്ടിച്ച്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജുമ്രു എരുമ പുള്ളിപ്പുലി രാജാവിന്റെ വീടിന് പുറത്തു വന്നിരുന്നു. സമയം രാത്രിയായിരുന്നു. എല്ലാവരും കാട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു. വാ, ഇത്തന്നെ പുള്ളിപ്പുലി രാജാവിന്റെ വീട്ടിൽ നിന്ന് മോട്ടിച്ച് കളിഞ്ച് എങ്ങോട്ടെങ്കിലും ദൂരെങ്കിൽ പോയി ഓടി ഒളിക്കോ. അങ്ങനെ ജുമ്രു എരുമ രഹസ്യമായി പുള്ളിപ്പുലി രാജാവിന്റെ ഗുഹയിലേക്ക് പ്രവേശിച്ചു. അങ്ങോട്ട് എല്ലാം മരം കഴിയണോ, വേഗത്തിനെ മോട്ടിച്ച് ഇവിടെ പെട്ടെന്ന് ഓടിപ്പോയണം. രാജാവിന്റെ ഗുഹയിൽ സൂക്ഷിച്ചിരുന്ന നിധി എടുത്ത് ജുമ്രു ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ രാജാവിന്റെ പടയാളികൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവനെ പിടിച്ചു. കൊള്ളാലോ, നീ ഇവിടെ വന്നത് മോഷ്ടിക്കാനാണല്ലേ? എല്ലാ പട്ടാളക്കാരും നിലവിളിച്ചുകൊണ്ട് എല്ലാവരെയും ഉണർത്തുന്നു. തുടർന്ന് കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും അവിടേക്ക് വരുന്നു. നിന്നെ ഞങ്ങൾക്ക് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു ജുമ്രു. ഇപ്പൊ നീ എന്തൊക്കെയാണ് കാട്ടിൽ നിന്ന് മോഷ്ടിച്ചത്? അതൊക്കെ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് കൈയോടെ ഇപ്പൊ പിടികൂടുന്നതാണ്. പിടിച്ചു കെട്ടിവിളെ. തുടർന്ന് ജുമ്രു എരുമയെ എല്ലാവരും ചേർന്ന് മരത്തിൽ കെട്ടിയിടുന്നു. കാട്ടിലെ സുഹൃത്തുക്കളെ, ഈ കള്ള എരുമയെ നന്നായി മർദ്ദിക്കണം. ഇവൾ ഇനി ഒരിക്കലും ജീവിതത്തിൽ മോഷ്ടിക്കാൻ പാടില്ല. അങ്ങനെ ജുമ്രു എരുമയെ എല്ലാവരും ചേർന്ന് അടിച്ചൊരു പരുവമാക്കി. അങ്ങനെ ജുമ്രു എരുമ വേദന കൊണ്ട് അലറാൻ തുടങ്ങി. ഇത്രയധികം അടികൾ കിട്ടിയത് കൊണ്ട് തന്നെ അവൻ എല്ലാവരോടും തന്റെ ഗുഹയെക്കുറിച്ചും മോഷ്ടിച്ച എല്ലാ നിധികളെക്കുറിച്ചും പറയുന്നു. അതിനുശേഷം വനവാസികൾ ആ ഗുഹയിലേക്ക് പോയി എല്ലാം തിരിച്ചെടുത്തു കൊണ്ടുവന്നു. നിധികളും റേഷനും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അതിൽ. എന്നിട്ട് ജുമ്രുവിനെ എല്ലാവരും ചേർന്ന് കാട്ടിൽ നിന്നും പുറത്താക്കി. ഇവിടുന്ന് പുറത്ത് കിടക്ക കള്ളി. ഇനിയെങ്ങാനും നിന്നെ ഇവിടെ കണ്ടാ നിന്റെ എല്ല് ഞങ്ങൾ അടിച്ചു പൊട്ടിക്കും. അങ്ങനെ ജുമ്രു എരുമ ഒരുപാട് പരിക്കുകളുമായി അവിടെ നിന്നും പോയി. എന്നിട്ട് ജുമ്രു എരുമ ദൂരെയുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് പോയിരുന്നു. അമ്മേ, എല്ലാവരും കൂടി എന്നെ എന്താ അടിയനോ അടിച്ചു. അങ്ങനെ അന്ന് രാത്രി ജുമ്രു എരുമ അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ അവിടെ ഒരു കുരങ്ങ് വന്ന് ജുമ്രു എരുമയെ നക്കുന്നുണ്ടായിരുന്നു. നീ ആര്? എന്തു പറ്റി നിനക്ക് ജുമ്രു? നീ ഇങ്ങനെ ക്ഷീണിച്ച് അവശനാവാൻ എന്താ കാരണം? ആരോ നിന്നെ ശരിക്കും നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് കണ്ടാ തന്നെ അറിയാം. ഹേയ്, അങ്ങനെ ഒരിക്കലും അല്ല. ഞാനൊരു ഉയർന്ന മലയിലുള്ള താളയ്ക്ക് വിളിവനാണ്.
എന്തിനാ മോനെ കള്ളം പറയുന്നത്? ഇതിങ്ങനെ തെന്നി വീണാലൊന്നും പറ്റുന്ന പരിക്കല്ലെന്ന് കണ്ടാലറിയാം. ആരോ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്നാ പറ, വല്ല സിംഹവും നിന്നെ കടിച്ചു കീറാൻ വന്നോ? അല്ലെങ്കിൽ നീ വല്ല മോഷണവും ചെയ്തു കാണുമല്ലേ? അയ്യോ ഇല്ല കൂട്ടുകാരെ, നീ എങ്ക ഇവിടെ പെട്ടെന്ന് പടയത്തനോ? പറയുന്ന കേള്, ഇങ്ങനെ തൊട്ടടുത്ത് ഒരു പേര് കാടുണ്ട്. ആ ഉണ്ടല്ലോ, ദേ അവിടെ ഒരു നദി ഒഴുകുന്നത് കാണുന്നില്ലേ? അതിന് പിന്നിലായിട്ട് വലിയൊരു കാടുണ്ട്. അവിടെയുള്ള കാടിന് അകത്തേക്ക് ഇന്നെ ഒരിക്കലും പ്രവേശിക്കില്ല. മറ്റൊരു കാട്ടിൽ പോയി നമ്മൾ താമസിക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ജുമ്രു ഒരുമ ആ അജ്ഞാത കാട്ടിലേക്ക് പോയി. അവിടെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വിശക്കുണ്ടല്ലോ, കളിക്ക ഇവനെ കെട്ടുമോ? ജുമ്രു അങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കഴുതയെ കാണുന്നു. അല്ല കൂട്ടുകാരാ, കുറച്ച് ഭക്ഷണം കിട്ടുമോ? പൈസയുണ്ടോ? എന്നാ ഞാൻ നിനക്ക് ഭക്ഷണം തരാം. ഈ സമയത്തിൽ എന്റെ കയ്യിൽ പണമില്ല. എന്നാ എന്തെങ്കിലും പകരം താ. ഇവിടെ സൗജന്യമായിട്ട് ഒന്നും കിട്ടില്ല. ഇവിടെ ഭക്ഷണം കിട്ടണമെങ്കിൽ നല്ല കാശ് തരേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും പകരം തരണം. ഇവനെ കണ്ടിട്ട് എനിക്ക് ഒന്നും തരില്ല തോന്നുന്നത്. എനിക്ക് ഭക്ഷണം യാര് തരുവ്? ജുമ്രു ഒരുമ അവിടെ നിന്ന് പോയി മറ്റു മൃഗങ്ങളുടെ അടുത്തേക്ക് ചെന്ന് ഭക്ഷണം ചോദിക്കുന്നു. പക്ഷെ അവനോട് എല്ലാവരും പണമോ സാധനങ്ങളോ തിരിച്ചു ചോദിക്കുകയായിരുന്നു. അങ്ങനെ ജുമ്രു ഒരുമ ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നു. ആ സമയത്ത് ജുമ്രു ഒരുമ അവിടെ വെച്ച് ഒരു കാളയെ കാണുന്നു. കാള തന്റെ സ്വന്തം വീടിന്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. എങ്ങനെ പോയിൽ എനക്കൊന്നും കളിക്കുക കിട്ടുന്ന തോന്നില്ല. മറ്റെങ്കിലും കുറുക്ക് വതി കാട്ടുക പത്തുക വേണം. ജുമ്രു ഒരുമ അങ്ങനെ കാളയുടെ മുൻപിലേക്ക് വന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങുന്നു. എന്ത് പറ്റിയടോ? എന്തിനാ താൻ ചിരിക്കുന്നത്? നാനും ഉന്നു പോലത്തെ ഇവിടെ ഒരു ആളാണ്. ആണോ? കാര്യം എന്താ? എന്നോടൊന്ന് പറഞ്ഞേ. ഞാൻ ഇവിടെ കാട്ടില്ലാതെ ഇങ്ങനെ വന്നത്. അവനെല്ലാം മാടോടെ ഭക്ഷണം ചോദിച്ചു. അവനെനിക്ക് ഭക്ഷണം തന്റെ കളിഞ്ഞ പോൽ അവൻ മായുടെ അപ്പ കൊടികളെ നിധി വിളിച്ചു. എന്ത്? ഇങ്ങനെയുള്ള നിധി എനിക്കെന്താണ് ഭഗവാനെ കിട്ടാത്തത്? ആ മായുടെ കാൽക്കൽ വീണ്ടും പറഞ്ഞു, എരുമച്ചേട്ടാ നീ കളിക്ക് ഒരു ആരംഭിലാണോ? നാട്ടിലേക്ക് ഭക്ഷണം തന്നപ്പോൾ എനിക്ക് ഇത്ര നിധി പെട്ടെന്ന് കളിച്ചോ? ശരിക്കും നിങ്ങളെ സഹായിക്കണവനെ പെട്ടെന്ന് വളരെ പ്രബലപ്പളിക്കും. ഇത് കേട്ട കാള ചിന്തിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? കൂട്ടുകാരെ, ഞാൻ ഇപ്പൊ സന്തോഷമാനാണ്. കാരണം എന്നെ കൊണ്ടുവരാൻ പേര് കളിച്ചല്ലോ. ഞാൻ ഇനി മുതൽ എവിടെ എല്ലാവർക്കും സഹായിക്കും. അങ്ങനെ എല്ലാവർക്കും നിധി വിളിക്കുകയും ചെയ്യും. അതും പറഞ്ഞ് ജുമ്രു അവിടെ നിന്നും പോകുന്നു. അയ്യോ ഒന്ന് നിന്നേ. എങ്ങോട്ടാ പോകുന്നേ? എന്ത് പറ്റി? അയ്യോ, ഞങ്ങള് പാവപ്പെട്ടവരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കൂടെ? വല്ലപ്പ ഉങ്ങളെ നിധി വേണമാണോ? നിങ്ങളെ ഭക്ഷണം കളിച്ചല്ലോ. ഒരു കാര്യം ചെയ്യോ, കയ്യിലുള്ള പണം എല്ലാം മുല്ല എനിക്ക് തരുമോ? പൈസയോ? അത് മാനിയൻ കൈവശം പഠിച്ചു. അവൾക്ക് നിധി പെട്ടെന്ന് ലഭിച്ചു. അതുകൊണ്ട് ഓർക്കണം, നിങ്ങളെല്ലാം സഹായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നിധി ലഭിക്കും. അത് ശരിയാണല്ലോ. ഞാൻ ഇപ്പൊ കാശുമായിട്ട് വരാം കേട്ടോ. കാള അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. കൊള്ളാം, ഞങ്ങൾ ഒരു വലയിൽ കുളിന്നി. അങ്ങനെ തന്റെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും കാള കൊണ്ടുവന്ന് എരുമയ്ക്ക് നൽകുന്നു. എനിക്ക് നിധി എപ്പോ കിട്ടും? നാളെ രാവിലെ സൂര്യ ഉദിക്കുന്നേ നിങ്ങൾക്ക് തീർച്ചയായും നിധി ലഭിക്കും. ഇത് കൊള്ളാമല്ലോ. നീ ശരിക്കും ഒരു ഭാഗ്യമുള്ളവളാ. അങ്ങ് എന്റെ വീട്ടിനകത്ത് കയറി അവിടെ കുറച്ചു സമയം വിശ്രമിച്ചാലോ? അങ്ങനെ ജുമ്രു ഒരുമ കാളയുടെ വീട്ടിൽ പോയി കിടക്കുന്നു. ഞാൻ എന്റെ കാട്ടിലുള്ള ബാക്കിയുള്ളവരോടും അങ്ങയെക്കുറിച്ച് പറയുന്നതായിരിക്കും. അങ്ങനെ കാള അവിടെ നിന്നും പോകുന്നു. ഞാൻ എല്ലാ ദിവസവും ഇവിടെ മുട്ടിൽ കണ്ടിൽ തുടങ്ങിയാൽ ഞാൻ ലോകത്തിൽ ഏറ്റവും ജീവിയാ മാറും. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാള കാട്ടിലുള്ള എല്ലാ ജീവികളോടും എരുമ പറഞ്ഞ അത്ഭുത വാർത്ത പറയുന്നു. അതിനുശേഷം ആ കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും തങ്ങളുടെ ജീവന്റെ സമ്പാദ്യവുമായി എരുമയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് എല്ലാം എരുമയ്ക്ക് നൽകുന്നു. എന്ത്? സത്യത്തിൽ ഞങ്ങൾക്ക് നിധി കിട്ടുമോ? അതെ, നാളെ രാവിലെ എല്ലാവർക്കും നിധി ലഭിക്കും. ഇത് കേട്ട എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമായി. എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. കൊള്ളാം, എനിക്ക് ഒരുപാട് നിധിയും ലഭിച്ച്. ഇവരെല്ലാരും ഞാൻ വെട്ടികളാക്കി. ഇനി അത്ര ആയ വഴിക്ക് എന്നോട് നിധികളെല്ലാം ഞാൻ ഇവിടുന്ന് ഓടിപ്പോവും. പെട്ടെന്ന് രാത്രിയിലെ മതിയായിരുന്നു. അത്ഭുതങ്ങൾ കാണിക്കുന്ന ദൈവത്തിന് എല്ലാ ജുമ്രു ഒരുമകൾക്കും എന്തു പേര് നൽകണം എന്നറിയാമായിരുന്നു. അന്ന് നേരം അർദ്ധരാത്രിയായിരുന്നു. ആ സമയത്ത് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കാളയുടെ വീടിന് പുറത്ത് നിലത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയം ജുമ്രു ഒരുമ എല്ലാ നിധികളും എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി അകലെയുള്ള ഒരു പർവ്വത ഗുഹയിൽ പോയിരുന്നു. എനിക്ക് ഒരുപാട് നിധി ലഭിച്ച് മതി. ഒരു പൊടിൽ കല്യാണം കഴിച്ച് ഇനി അണയ്ക്ക് സുഖമായി സന്തോഷമായി ജീവിക്കണം. ഈ സമയത്ത് ഗുഹയുടെ വാതിലിന് പുറത്തുനിന്ന് ഒരു സുരേലി പോത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ എരുമയുടെ കയ്യിൽ ഒരുപാട് നിധികളുണ്ട്. ഈ നിധികളെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം ഒരുപാട് മെച്ചപ്പെട്ടേക്കും.
അങ്ങനെ സുരേലി പോത്ത് മനഃപൂർവ്വം തന്റെ കാലിൽ മുറിവേൽപ്പിച്ച് ആ ഗുഹയ്ക്കുള്ളിലേക്ക് ചെന്നു. എന്നെ ഒന്ന് സഹായിക്കൂ. നീ ആരാണ്? ഈ മുറിവ് എങ്ങനെ ഉണ്ടായെന്ന്? ഞാനൊരു അനാഥയാണ്. എന്നെ ഒരു സിംഹം ആക്രമിച്ചതാണ്. എന്നെ ഒന്ന് സഹായിക്കൂ. തുടർന്ന് ജുമ്രു പോത്തിന്റെ മുറിവിൽ ഒരു തുണി വെച്ച് കെട്ടിക്കൊടുക്കുന്നു. എനിക്ക് ശരിക്കും യാരുമില്ലേ? ഇല്ല, ഇവിടെ ആരും എന്നെ വിവാഹം കഴിക്കാനില്ല. സുരേലി പോത്തിന്റെ കണ്ണുനീർ കണ്ടിട്ട് ജുമ്രുവിന് ഒരുപാട് സങ്കടം വന്നു. ഞാനൊരു അനാഥയായ എരുമയാണ്. നിന്നെ ഞാൻ വിവാഹം കളിക്കട്ടെ. ഞാൻ ഇവിടെ എപ്പോഴും ഒരുപാട് സന്തോഷിക്കും. സുരേലി പോത്ത് അതിന് സമ്മതം പറയുന്നു. പിന്നീട് ഇരുവരും തൊട്ടടുത്തുള്ള കാട്ടിൽ പോയി വിവാഹം കഴിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും അവിടെ ഒരു ഗുഹയിൽ താമസിക്കുന്നു. 2 ദിവസത്തിനു ശേഷം സുരേലി പോത്ത് ഗുഹയ്ക്കുള്ളിൽ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ജുമ്രു എരുമ അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ നിധി മുഴുവനും എന്റേതാക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ഞാൻ ജുമ്രുവിന് വിഷം കലർത്തി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. അയാളെ ഈ ലോകത്തു നിന്നും പറഞ്ഞയച്ച് എനിക്ക് വേഗം തന്നെ ആ നിധിയും എടുത്ത് ഇവിടെ ഓടിപ്പോയേ മതിയാകൂ. ഇതെല്ലാം പുറത്തുനിന്നും ജുമ്രു എരുമ കേൾക്കുന്നുണ്ടായിരുന്നു. ഓ, അപ്പൊ ഇതാണ് കാര്യം. അവളുടെ നിധിയിൽ സിരി കണ്ണു വച്ചിരിക്കണോ? ജുമ്രു എരുമ കബളിപ്പിച്ച് നിധിയുടെ യഥാർത്ഥ ഉടമകളായ വനത്തിലെ ജീവികൾ ആ സമയത്ത് പ്രതീക്ഷിക്കാതെ അവിടേക്ക് വരികയുണ്ടായി. സുഹൃത്തുക്കളെ, ആ എരുമ ഈ കാട്ടിൽ തന്നെ അല്ലേ? അതിനെ കണ്ടുപിടിച്ച് ജീവനോടുകൂടി കത്തിച്ചു കളയണം. എന്റെ ദൈവമേ, എല്ലാരും ഇവിടേക്ക് വന്നോ? ജുമ്രു എരുമ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്തു പറ്റി ചേട്ടാ? ഇവളെന്റെ കൊല്ലം പോകില്ലേ? എന്നെ ഇവൾക്കൊരു പണി കൊടുക്കും. ഹേ സുരേലി, പുറത്തിറങ്ങിൽ എന്നെ കുറിച്ച് ആരുടെ എഴുപത് ചോദിച്ചാൽ അവരോട് പറയണം നീ എന്റെ ഭാര്യയാണ്. അപ്പൊ അവർ ഉനക്ക് ഒരുപാട് പണവും നിധിയും തരും. അവരെല്ലാരും എന്നോട് ചോദിക്കാനാണ്. എന്ത്? നീ ഇപ്പൊ തന്നെ പൊറത്തു പോയിരിക്കോ? എനിക്ക് തലക്കറക്ക് പോലെ തോന്നിയണോ? അങ്ങനെ അത്യാഗ്രഹിയായ സുരേലി പോത്ത് പുറത്തു പോയിരുന്നു. തുടർന്ന് ജുമ്രു തന്റെ പണവും നിധിയും എല്ലാം എടുത്തുകൊണ്ട് ഗുഹയുടെ മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് പോയി. ഈ സമയത്ത് കാളയും മറ്റുള്ളവരും സുരേലി പോത്തിന്റെ അടുത്തേക്ക് വന്നു. നിങ്ങള് ജുമ്രു എന്ന് പേരുള്ള ഒരു എരുമയെങ്ങാനും കണ്ടായിരുന്നു ഇവിടെ? അതെ, അദ്ദേഹം എന്റെ ഭർത്താവാണ്. കൊണ്ടുവന്ന നിധി എനിക്ക് തന്നേക്കൂ. അദ്ദേഹം അകത്ത് വിശ്രമിക്കുന്നുണ്ട്. അതെയോ? അപ്പൊ ഞങ്ങളുടെ നിധിയും മോഷ്ടിച്ച് ഇവിടെ വിശ്രമിക്കുകയാണല്ലേ? അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയി. ജുമ്രുവും നിധിയും അകത്തുണ്ടായിരുന്നില്ല. എവിടെ പോയാ എരുമ? അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല. സുഹൃത്തുക്കളെ, ആ എരുമയുടെ ഭാര്യയും കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. എന്നാലേ അവൻ നമുക്ക് നമ്മുടെ നിധി കൊണ്ടു തരികയുള്ളൂ. എന്നിട്ട് മാത്രം ഇവിടെ നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെ എല്ലാവരും ചേർന്ന് സുരേലി പോത്തിനെ പിടിക്കുന്നു. എന്നെ ഒന്ന് വിടൂ. എല്ലാവരും കൂടി എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അങ്ങനെ സുരേലിയും കൊണ്ട് എല്ലാവരും കാട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ സുരേലി പോത്തിനെ എല്ലാവരും ചേർന്ന് അടിക്കുകയും ചെയ്തു. ഈ സമയത്ത് ജുമ്രു എരുമ മറ്റൊരു വിജനമായ പ്രദേശത്ത് തന്റെ നിധിയുമായി സന്തോഷത്തോടെയുള്ള ജീവിതം ആരംഭിച്ചു. അങ്ങനെ ജുമ്രു എരുമയുടെ ജീവൻ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇതിലൂടെ ജുമ്രുവിന് നിധികളും സ്വന്തമായി.